ഹലോ, വെൽക്കം ബാക്ക് ടു ഹാഷസ് വ്ലോഗ്. ഇന്നൊരു ഡെയിലി വ്ലോഗാട്ടോ. രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള രാവിലെ തന്നെ നിഷു പല്ലേക്ക് കേട്ടോ. അതിൻ്റെ ഇടയിൽ അവന് ഓരോ കോപ്രായങ്ങളൊക്കെ കാട്ടുന്നുണ്ട്. പിന്നെ ഞാൻ ചീത്ത പറഞ്ഞപ്പോൾ അവൻ്റെ കറക്റ്റിൽ പല്ലൊക്കെ തേച്ച് ബാത്റൂമിൽ നിന്ന് വരുന്നുണ്ട് കേട്ടോ. രാവിലെ പുറത്തേക്ക് വെളിച്ചം ആവണേ ഉള്ളൂ കേട്ടോ. അതാ ഞാൻ അപ്പോൾ തന്നെ ബെഡ്ഷീറ്റൊക്കെ ശരിയാക്കി വിരിച്ച് പിന്നെ താഴെ പോയി കേട്ടോ. നിഷുവിന് ഇന്ന് സ്കൂളുണ്ട്, എനിക്ക് ലീവാണ്. അപ്പോൾ അതാ അവിടെ ഞാൻ ആദ്യം തന്നെ ഒരു ഗ്ലാസ് കട്ടൻ ചായ ഉണ്ടാക്കി വെച്ചു. പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് പുട്ടുണ്ടാക്കാമെന്ന് കരുതി. അതിന് വേണ്ടി ഇവിടെ തേങ്ങ ഒക്കെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ അതിലേക്ക് തേങ്ങ ചേർക്കാണ്. പിന്നെ പച്ചക്കടല കറിയുണ്ട്, പിന്നെ അതുപോലെ തന്നെ കുറച്ച് ചിക്കൻ കറിയുണ്ട്. അപ്പോൾ അത് രണ്ടും കൂടി അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് കരുതി. വേറെ കറികളൊന്നും ആവശ്യമില്ല. ഞാൻ ഇവിടെ പുട്ടക്ക് വേണ്ട തേങ്ങ ചിരക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ പുട്ട് നമ്മുടെ തലേ ദിവസത്തെ ചോറൊക്കെ മിക്സിയിലടിച്ചിട്ട് അങ്ങനെയാണ് ഉണ്ടാക്കാറ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിഷേൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ സംസാരിക്കുന്നതൊക്കെ ഉണ്ട്. ഞാൻ ഇവിടെ പുട്ടിന് മാവ് ഉതിർത്ത് വെക്കുക, അതേപോലെ കറികളൊക്കെ ഞാൻ ചൂടാക്കി വെച്ചു കേട്ടോ. പിന്നെ ഞാൻ അതവിടെ ഉതിർത്ത് വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് ആക്കാമെന്ന് കരുതി. നിഷുവിന് പിന്നെ ഉച്ച വരെയുള്ളൂ, അപ്പോൾ അവന് ലഞ്ച് വേണ്ട, 12 മണി വരെയുള്ളൂ. അപ്പോൾ സ്നാക്സ് മാത്രം അത് ഞാൻ ബിസ്ക്കറ്റും വെള്ളമാക്കി കൊടുത്തിട്ടുണ്ട്. പിറ്റേ ദിവസം അവരുടെ ആനുവൽ ഡേ ആണ്, അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് വിടും. പിന്നെ നിഷുവിന് ഒപ്പനയൊക്കെ ഉണ്ട്. അപ്പം അതിൻ്റെ പ്രാക്ടീസിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. ബുക്കൊന്നും വേണ്ട കേട്ടോ. അത് ഞാൻ ഇവിടെ പുട്ട് കുറ്റിയിലേക്ക് ഇങ്ങനെ തട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. കറണ്ട് അടുപ്പിലാട്ടോ പുട്ട് ചുടുന്നത്. അതിലേക്ക് വേണ്ട തേങ്ങയും എല്ലാം വേണ്ടി റെഡിയാക്കിയിട്ട് പിന്നെ ഞാൻ കറണ്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് ഞാൻ പിന്നെ തീ ലോക്കിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ പെട്ടെന്ന് തന്നെ പുട്ടൊക്കെ ആയി. പിന്നെ കറികൾ ഇവിടെ ഉണ്ടാകുന്നുണ്ട്. പിന്നെ ചായയൊക്കെ അങ്ങനെ കാച്ചെടുത്ത് പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ ഇവിടെ കഴുകാണ്ടായിരുന്നു കേട്ടോ. ശേഷം ഇതാ അവിടെ മുറ്റടിക്കാൻ വേണ്ടിയിട്ട് പുറത്തേട്ട് ഇങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ്. അത് മിനിയാട്ടോ മുറ്റം ഇവിടെ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവളിങ്ങനെ അതൊക്കെ ഞാൻ വീഡിയോ എടുത്തു. മീനും ഞാനും കൂടിയാണ് വീഡിയോ എടുക്കാറ്. അത് കഴിഞ്ഞ് നിഷു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് അവന് ബ്രെഡ് കണ്ടപ്പോൾ ബ്രെഡ് ചായയിൽ മുക്കി കഴിക്കണം എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അവനെ അങ്ങനെ കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ മീനു ഇതാ അവിടെ പാത്രങ്ങളൊക്കെ മൂറുന്നുണ്ട്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയ പാത്രങ്ങളൊക്കെ ആട്ടോ മൂറുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പണികൾ പെട്ടെന്ന് തീർക്കുകയാണ്. അടിച്ചോരി തുടയും ഓരോന്നിങ്ങനെ ചെയ്യുന്നൊക്കെ ഉണ്ട്. അപ്പോഴാണ് നിഷുവിന് സ്കൂളിൽ പോകാൻ ഏകദേശം 8:15 ആകുമ്പോൾ പോകണം. 8:15-8:30 ആകുമ്പോൾ പോകണം. അവനിതാ യൂണിഫോം മാറ്റി അവൻ്റെ ടാഗൊക്കെ ഇടാൻ വേണ്ടി പോവുകയാണ്. നിഷുവിന് പറഞ്ഞയച്ച ശേഷം പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക കേട്ടോ. പുട്ടും ചിക്കൻ കറിയാണ് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അതൊക്കെ കഴിച്ച് പിന്നെ ഇതാ അവിടെ മീനത് അടിച്ചൂരി തുടക്കണൊക്കെ ഉണ്ട് കേട്ടോ. അവൾ ഓരോന്ന് ഇങ്ങനെ ചെയ്ത് ഇരിക്കുന്നുണ്ട്. പിന്നെ ഉച്ചയ്ക്ക് സാധാ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലേക്ക് ബീഫും ഒക്കെയാണ് ഉണ്ടായിരുന്നത്. ഇതാ അവിടെ നമ്മുടെ സാധാ പണ്ടത്തെ കാലത്ത് അടുപ്പ് കേട്ടോ. അപ്പുറത്ത് വേറൊരു അടുപ്പാണ് കേട്ടോ. അതാ അവിടെ ചോറ് വേവായിട്ടിട്ടായിരുന്നു, അത് നോക്കുകയാണ്. നമ്മുടെ വിറക് വെച്ചിട്ടുള്ള അടുപ്പ് തന്നെയാണ്, സാധാ അടുപ്പാണ്. ചോറായത് പിന്നെ അങ്ങനെ പതുക്കെ ഊറ്റാൻ നോക്കുകയാണ്. ചോറ് വെന്തിട്ടുണ്ടായിരുന്നു. പണ്ടത്തെ കാലത്ത് കരിയടുപ്പൊക്കെയാണ് കേട്ടോ. അപ്പോൾ അവിടെ ചോറ് ഊറ്റിയിടുന്നുണ്ട്. ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ട എന്തായാലും നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഞങ്ങൾ തുടക്കമല്ലേ, ഏകദേശം ഒരു വർഷമൊക്കെ ആയിട്ട് മോണിറ്റൈസേഷൻ ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പിന്നെ ഇവിടെ അടുക്കളൊക്കെ അവൾ ക്ലീൻ ആക്കുന്നുണ്ട്. പിന്നെ അവള് വൈകുന്നേരത്തിന് ഒരു സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടി അത് പിന്നെ അവൾ വേറെ വീഡിയോ ആയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിത് അവിടെ ചിരങ്ങ കട്ട് ചെയ്യാട്ടോ. ചിരങ്ങാക്കറിയും പിന്നെ ബീഫ് വരട്ടുമാണ് ഉണ്ടാക്കിയിരുന്നത്. പിന്നെ എനിക്ക് കൊണ്ടാട്ടമുളക് അങ്ങനെ ചെറിയ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പീലർ വെച്ച് പീൽ ചെയ്യാട്ടോ. എന്നാൽ പെട്ടെന്നായി. അപ്പോൾ അത് ആ ചിരങ്ങ ഇവിടെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചിരങ്ങ പിന്നെ ഞാൻ കുക്കറിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അതിന് ശേഷം അത് ആ ബീഫ് കട്ട് ചെയ്തിട്ടാണ് കൊണ്ടുവന്നിരുന്നത്. എന്നാലും വലിയ പീസ് ആയതുകൊണ്ട് ഒക്കെ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തു കേട്ടോ. പിന്നെ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും പിന്നെ നമ്മുടെ സാധാ കുരുമുളക്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് അടുപ്പത്ത് വെച്ച് വേവിച്ചൊക്കെ എടുത്തു കേട്ടോ. ഇവിടെ ഞാൻ
ചിരങ്ങ വേവിക്കാൻ വേണ്ടിയിട്ട് അതും കറണ്ട് അടുപ്പ് തന്നെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. ശേഷം പിന്നെ എല്ലാ പണികളൊക്കെ കഴിഞ്ഞതാ കൊണ്ട് ടോപ്പൊക്കെ വൃത്തിയാക്കി കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ലാലത് അവിടെ ഇരുന്നിട്ടൊരു ചോക്കോബാർ കഴിക്കാട്ടോ. ഇത് സൂപ്പർ എന്നൊക്കെ എൻ്റെ അടുത്ത് പറയാട്ടോ. അത് കഴിച്ചിട്ട് ഇനി നിഷുവിനെ ഞാൻ പറഞ്ഞല്ലോ ഉച്ചയ്ക്ക് വരെയുള്ളൂ സ്കൂൾ. അപ്പം ഞാനും ലാലയും കൂടി നിഷുവിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ലാലും ഞാനും കുറേ ആയിട്ട് ഒരുമിച്ച് പോയിട്ട് കേട്ടോ. അവൾ കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ എല്ലാവരും കുളിയൊക്കെ കഴിഞ്ഞ് ഏകദേശം 1 മണി ആയിട്ടുണ്ട് കേട്ടോ സമയം. അവൻ വന്നിട്ട് ഭക്ഷണം കഴിക്കാന്നൊക്കെ കരുതിയിട്ട് ഇക്കാക്ക വരട്ടെ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുക കേട്ടോ. അതാ ഇക്കാക്ക വന്ന് അവർ രണ്ടുപേരും കളിച്ച് ചിരിച്ച് ഇക്കാക്ക വന്ന അവൾക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ രണ്ടുപേരും അങ്ങനെ ഒരുമിച്ച് ഇതാ വന്നുകൊണ്ടിരിക്കുകയാണ്, വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ ഒരു 2-3 മിനിറ്റ് ഉണ്ട് കേട്ടോ വീട്ടിലേക്ക് നടക്കാൻ. അവർ അതിൻ്റെ ഇടയിൽ ഈ പുല്ലിൻ്റെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ വീട്ടിൽ വന്ന ഉടനെ തന്നെ ഞാൻ ലാലക്ക് ഇതാ ഇവിടെ മിനി ചോറ് കൊടുക്കുന്നുണ്ട്, ഞാൻ നിഷുവിനും കൊടുക്കുന്നുണ്ട്. നിഷു അതിന് ഉച്ചയ്ക്ക് വന്നുകൊണ്ട് തന്നെ ഇനി കിടന്നുറങ്ങില്ല എന്നൊക്കെ പറഞ്ഞ് വാശി പിടിച്ചിരിക്കുക കേട്ടോ. കരയുന്നുണ്ട്, ഞാൻ ഇനി ഉറങ്ങൂല കിടക്കൂല എന്നൊക്കെ പറഞ്ഞ്. അതിൻ്റെ ഇടയിൽ ഇതാ അവിടെ ഒരു കള്ളിപ്പൂച്ച ഇവിടെ പുറത്തൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പം അതൊക്കെ കഴിഞ്ഞ് പിന്നെ നിഷു പെട്ടെന്ന് തന്നെ കിടന്നുറങ്ങി കേട്ടോ. അവൻ എത്ര തന്നെ വാശി പിടിച്ചാലും കുറച്ച് നേരം കിടന്നാൽ ഉറങ്ങും. പിന്നെ ഇതാണ് സ്നാക്സ്. എൻ്റെ വീഡിയോ വേറെ ഇടാം. അപ്പം എന്തായാലും ബൈ ബൈ.